പാലക്കാട് അംഗനവാടി ടീച്ചറുടെ മുഖത്ത് മുളകുപൊടി എറിഞ്ഞ് മാല മോഷ്ടിക്കാൻ ശ്രമം. ഇന്ന് ഉച്ചയ്ക്ക് 1:30 പഴയലടുക്കി 14 നമ്പർ അംഗനവാടിയിലാണ് സംഭവം. അംഗനവാടി ടീച്ചറായ കൃഷ്ണകുമാരിയുടെ 3.5 പവൻ വരുന്ന സ്വർണ്ണമാലയാണ് മോഷ്ടിക്കാൻ ശ്രമിച്ചത്. തന്റെ കുട്ടിയെ ചേർക്കുന്നതിനായി വിവരം അന്വേഷിക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് സംസാരിക്കുന്നതിനിടെയാണ് മുളകുപൊടി എറിഞ്ഞ് മാല മോഷ്ടിക്കാൻ ശ്രമിച്ചത്. ടീച്ചറും കുട്ടികളും ബഹളം വെച്ചതോടെ അയൽവാസികൾ ഓടിയെത്തി. തുടർന്ന് മോഷ്ടാവ് മാല ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. സംഭവത്തിൽ ടീച്ചറുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് പ്രണയം നടിച്ച് 15-കാരിയെ തട്ടിക്കൊണ്ടുപോയി വിൽപ്പന നടത്തിയ കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. അസം സ്വദേശി ലാൽ ചാൻ ഷേഖിനെയും നല്ലളം പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ ഇയാളുടെ മകൻ നസൂദ്ദീൻ ഷേഖിനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 2023-ലാണ് കേസിന് ആസ്പദമായ സംഭവം. കോഴിക്കോട് കുടുംബത്തിനൊപ്പം താമസിച്ചിരുന്ന കുട്ടിയെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോയി ഹരിയാനയിലുള്ള പിതാവിന് കൈമാറുകയായിരുന്നു. തുടർന്ന് 25,000 രൂപയ്ക്ക് കുട്ടിയെ 3-ാം പ്രതിക്ക് വിറ്റു. നേരത്തെ 3-ാം പ്രതി സുശീൽ കുമാർ അറസ്റ്റിലായിരുന്നു. ഹിന്ദുത്വ നേതാവ് രാജാ സിംഗ് MLA BJP-യിൽ നിന്ന് രാജിവെച്ചു. പാർട്ടി വിട്ടെങ്കിലും തീവ്ര ഹിന്ദുത്വ പ്രത്യയശാസ്ത്രമായി ഹിന്ദുത്വത്തെ സേവിക്കുന്നത് തുടരുമെന്ന് രാജാ സിംഗ് പ്രഖ്യാപിച്ചു. കോഷമഹലിൽ നിന്നുള്ള MLA ആണ് രാജാ സിംഗ്. സ്ഥാനമോ അധികാരമോ വ്യക്തിപരമായ നേട്ടമായി ആഗ്രഹിച്ചല്ല തീരുമാനമെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിൽ വീണ്ടും ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 3.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രകമ്പനം സമീപ പ്രദേശങ്ങളിലും അനുഭവപ്പെട്ടു. ഹരിയാനയിലെ ധജറാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. സംഭവത്തിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. യമനിലെ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിന് ഇടപെടാൻ തയ്യാറാണെന്ന് സൗദിയിലെ പ്രമുഖ മലയാളി വ്യവസായി ജേക്കബ് ചെറുവള്ളിന്റെ നീക്കത്തിന് അനുകൂല പ്രതികരണവുമായി റിയാദ് എംബസി. നിലവിൽ യമനിലെ നയതന്ത്ര കാര്യങ്ങൾ നോക്കുന്നത് റിയാദ് എംബസിയാണ്. ഇന്ത്യക്ക് യമനിൽ എംബസി ഇല്ലാത്തതിനാൽ പല സുപ്രധാന കാര്യങ്ങളിലും യമൻ ഇന്ത്യ നയതന്ത്ര ചർച്ചകൾക്ക് മുൻകൈയെടുക്കുന്നത് സൗദിയിൽ 46 വർഷത്തിലധികമായി വിമാനത്താവള തുറമുഖ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജേക്കബ് ചെറുവള്ളിയാണ്.